വിപണിയിൽ കോഴിയിറച്ചി വില കുതിച്ചുയരുന്നു. കടുത്ത വേനൽച്ചൂട് വിപണിയിൽ ചിക്കന്റെ ലഭ്യത കുറവിനും വിലക്കയറ്റത്തിനും കാരണമാവുകയായിരുന്നു. 186 രൂപയിലെത്തിയ ചിക്കൻ വില മെയ് അവസാനത്തോടെ വീണ്ടും ഉയരുമെന്നാണ് കോഴി കർഷകരും കച്ചവടക്കാരും പറയുന്നത്. 33 ഡിഗ്രി ചൂടിലധികം അതിജീവിക്കാൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പ്രയാസമാണ്. വിരിയിച്ചെടുത്തതിൽ 30% വരെ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നതായി കർഷകർ പറയുന്നു. 65 രൂപ വരെ വിലയുണ്ടായിരുന്ന കോഴിക്കുഞ്ഞിന് ഇപ്പോൾ 20 രൂപ വരെ വില താഴ്ന്നു. ഫാമുകളിൽ കുഞ്ഞുങ്ങളുടെ വരവ് കുറഞ്ഞതോടെ വിപണിയിൽ വളർച്ചയെത്തിയ കോഴികൾക്ക് ക്ഷാമമായതായി വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞ ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷം കോഴിവില നല്ലൊരു വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ സൈഡ് എന്താണെന്ന് വെച്ചാൽ കനത്ത ചൂട് മൂലം വളരെയധികം കോഴിക്കുഞ്ഞുങ്ങൾ ഫാമുകളിൽ ചത്തുപോവുകയും മുട്ട വിരിയാതെ വരികയും അങ്ങനെ ആ ഷോർട്ടേജ് കാരണമാണ് ഇപ്പോൾ ഫാമുകളിൽ കോഴി കുറവാണ്. 25 ലക്ഷം ടണ്ണോളം കോഴി വേണ്ട സാഹചര്യത്തിൽ അതിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. കോഴിയില്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ കോഴിവില ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. 1 കിലോ കോഴിയിറച്ചി ഉൽപ്പാദിപ്പിക്കാൻ ചുരുങ്ങിയത് 95 രൂപയെങ്കിലും കർഷകർ കോഴിത്തീറ്റയ്ക്കായി ചെലവഴിക്കേണ്ടി വരികയാണ്. തൊഴിലാളികളുടെ സേവനവും മറ്റ് ചിലവുകളും ഇതിനു പുറമെ. പൂർണ്ണ വളർച്ചയെത്തിയ കോഴികൾ പോലും ചൂടിൽ ചത്തുവീഴുന്നത് കർഷകരുടെ നഷ്ടം വർദ്ധിപ്പിക്കുകയാണ്. പ്രതിദിനം 25 ലക്ഷം കിലോ ചിക്കനാണ് സംസ്ഥാനത്ത് ചിലവാകുന്നത്.